എല്ലാം പഠിച്ചില്ല, ഏകദേശം ലിനക്സും വിൻഡോസും പഠിച്ചു. ഇനി അടുത്തത് പറയാനുള്ളത് MS ഓഫീസാണ്. അപ്പോൾ MS ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് MS ഓഫീസിൽ പഠിക്കാനുള്ളത് മൈക്രോസോഫ്റ്റ് വേർഡ് ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്ത് പറയാം അല്ലേ? ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ അത് എന്ത്? MS ഓഫീസ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള MS ഓഫീസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് വേർഡും മൈക്രോസോഫ്റ്റ് എക്സലുമാണ്. അപ്പം ഞാൻ ഫസ്റ്റ് മൈക്രോസോഫ്റ്റ് വേർഡ് എടുക്കാം. ഇത് 2010 വേർഷനാണ്. ഇപ്പോൾ 2003, 2000 ഓരോ വേർഷൻ ഉണ്ടാവും. ഇതിപ്പം വിൻഡോസ് 2010 വേർഷനാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ചെറിയ വേരിയേഷൻസേ ഉണ്ടാവും, മെനൂസ് എല്ലാം സെയിം ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളടുത്ത് 2007 ആണെങ്കിലും കുഴപ്പമില്ല, സെയിം മെനൂസ് എല്ലാം ചെറിയ അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ടാവുന്നേ ഉള്ളൂ. ഇപ്പോൾ 2016ഉം 20 വരെ വന്നു. അപ്പോൾ അതെല്ലാം ലൈസൻസും അതെല്ലാം വലിയ പ്രശ്നമുണ്ട്. ഇതന്നെ ആക്ടിവേഷൻ ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ പുതിയ പുതിയ വേർഷൻ ഇറക്കുന്ന മൈക്രോസോഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ പറട്ടെ, പൈസ കൊടുക്കേണ്ടി വരും. മറ്റേതുപോലെ അല്ലാന്നല്ല, ഓക്കെ, ലിനക്സ് പോലെയെല്ലാം. അപ്പോൾ ഇതാണ് മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ വിൻഡോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് കുറച്ച് വീഡിയോ ആയതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിൽ പഠിക്കാനുള്ളത് ജസ്റ്റ് ബേസിക്സ് മാത്രമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ടൈറ്റിൽ ബാർ അറിയാം അല്ലേ? ഈ ടോപ്പിൽ കാണുന്നതിന് ടൈറ്റിൽ ബാർ എന്ന് പറയും, റെഡ് കളറിൽ കാണുന്നത്. ഇത് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയും, ഇവിടെ കാണുന്നില്ലേ? ഇതിനെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ എന്തെല്ലാം ഉണ്ട്? സേവിൻ്റെ ബട്ടൺ, അൺഡു, റീഡു, ന്യൂ, കൺട്രോൾ പ്ലസ് ന്യൂ എന്ന് പറയുന്നതിൻ്റെ ടൂൾ ബാർ ഉണ്ട്, ഓപ്പണിൻ്റെ ടൂൾ ബാർ ഉണ്ട്, ഇമെയിലിൻ്റെ ടൂൾ ബാർ ഉണ്ട്, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമറിൻ്റെ ടൂൾ ബാർ, ടേബിൾ ക്രിയേഷൻസ്, അതായത് ഓപ്പൺ റീസെൻറ്റ് ഫയൽ, പ്രിൻ്റ് പ്രിവ്യൂ ഓർ പ്രിൻ്റ്. ഇത്രയാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറഞ്ഞാൽ കാണാം. ഇതിലാണ് സേവ്, അൺഡു, റീഡു, ന്യൂ, ഓപ്പൺ, സേവ്. അപ്പോൾ നമുക്ക് റീസെൻ്റായിട്ട് ക്വിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെനു ബാറാണിത്. അപ്പോൾ അത് നമ്മൾ ടൂൾ ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ടൂൾസ് മാത്രം ഒരു ബാറായിട്ട് അതിനെയാണ് ടൂൾ ബാർ എന്ന് പറയാം. അത്യാവശ്യം വേണ്ടുന്ന ടൂൾസ് മാത്രം. ഓക്കെ, കട്ട്, കോപ്പി, പേസ്റ്റ് എല്ലാം ഉണ്ട്. ഇപ്പോൾ ഈ ക്വിക്ക് ആക്സസ് നമ്മളെല്ലാം എടുക്കാത്തതുകൊണ്ടാണ്. ഇതിൽ മോർ ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. നെക്സ്റ്റ് മെനു ബാർ എന്ന് പറയും. ഇതിനെ നമ്മൾ മെനു ബാർ എന്നാണ് പറയാം. അപ്പോൾ മെനു ബാറിൽ ഏതെല്ലാമാണ് 2010 വേർഷനിലുള്ളത്? ഫയൽ മെനു എന്ന് പറഞ്ഞൊരു മെനു ഉണ്ട്, പിന്നെ ഹോം മെനു എന്ന് പറഞ്ഞ മെനു, ദെൻ ഇൻസേർട്ട് മെനു, നെക്സ്റ്റ് പേജ് ലേഔട്ട് മെനു, റെഫറൻസ് മെനു, മെയിലിങ്സ്, റിവ്യൂ, വ്യൂ. ഇത്രയും മെനൂസാണ്, മെയിൻ മെനൂസ് ഇത്രയുണ്ട് അല്ലേ? പിന്നെ ബാക്കിയെല്ലാം അതിൻ്റെ സബ് മെനൂസാണ്. മെയിനായിട്ട് മെനു ബാറിൽ വരുന്നത് ഫയൽ, ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, റെഫറൻസ്, മെയിലിങ്സ്, റിവ്യൂ, വ്യൂ എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ നമ്മൾ ഡീഫോൾട്ടായിട്ട് എന്താ ഉണ്ടാവുക? ഒരു വേർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മെനു എന്ന് പറയുന്നത് ഹോം മെനു ആണ്. അപ്പോൾ ആ ഹോം മെനുവിൽ ഈ ടാബ്സ് എല്ലാം കംപ്ലീറ്റ് ഒന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് ബേസിക്സ് മാത്രമേ ഉള്ളൂ, എന്തെല്ലാം പഠിപ്പിക്കേണ്ട ഒന്നും പറഞ്ഞിട്ടില്ല. MS ഓഫീസ്, ഇൻട്രൊഡക്ഷൻ ടു MS ഓഫീസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ക്രിയേറ്റ് ഡോക്യുമെൻറ്റ്, എഡിറ്റ് ഡോക്യുമെൻറ്റ് അല്ലേ, മോഡിഫൈ ഡോക്യുമെൻറ്റ്സിൻ്റെ ക്രിയേഷൻസിന് വേണ്ടിയിട്ടാണ് MS ഓഫീസ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഡിറ്റ് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, മെയിൽ ചെയ്യാൻ. ഇപ്പോൾ ന്യൂലി വേർഷൻസിൽ മെയിൽ ചെയ്ത ഡോക്യുമെൻറ്റ്സ് മെയിൽ ചെയ്യാൻ പറ്റും, ലെറ്റേഴ്സ് പ്രിപ്പയർ ചെയ്യുക, ബയോഡാറ്റ പ്രിപ്പയർ ചെയ്യുക, അങ്ങനെ ടെക്സ്റ്റ് എല്ലാം പിക്ചേഴ്സ് വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് മൈക്രോസോഫ്റ്റ് വേർഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഡീഫോൾട്ട് എന്ന് പറയുന്നത് ഏതാണ്? ഹോം മെനു ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഹോമിൽ ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്, പിന്നെ ഫോണ്ട് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്, നെക്സ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്, പിന്നെ സ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്, എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടാബും കൂടി ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ മെയിനായിട്ട് ഫോണ്ട് ടാബ് ആദ്യം പഠിക്കാം. ബേസിക്സ് നമ്മൾ ശരിക്കും ഫോണ്ട് ടാബാണ് പഠിക്കുക. ഓക്കെ, ഫോണ്ട് ടൂൾ ബാർ എന്ന് പറയും. പഴയ 2003 വേർഷൻസിലെല്ലാം ഫോണ്ട് ടൂൾ ബാർ, ഇൻസേർട്ടിൽ ഫോണ്ട് ടൂൾ ബാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് തന്നെ, ഫോണ്ടിൻ്റെ ഒരു ഡയലോഗ് ബോക്സ് വന്നിട്ടാണ്. ആ ഡയലോഗ് ബോക്സ് ഇവിടെ ഉണ്ട്, പക്ഷേ ഇത് ഡീഫോൾട്ട് ഇങ്ങനെ പിക്ചോറിയലായിട്ട് തന്നെ വന്നു അല്ലേ, ഫോണ്ടിൻ്റെ ടാഗ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം?
അപ്പോൾ ഇതിൻ്റെ മോഡിഫിക്കേഷൻ ഫസ്റ്റ് ഫോണ്ട് ടാബ് പറയാം. ഫോണ്ട് ടാബിൽ ഫസ്റ്റ് വരുന്നതാണ് ഇത് ചേഞ്ച് ദി ഫോണ്ട് ഫേസ്. അതിൻ്റെ തിയറി അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഫോണ്ട് ടാബിൽ ഫസ്റ്റ് വരുന്നതാണ് ഫോണ്ട് ഫേസ്. അതിൻ്റെ ഷോർട്ട് കട്ട് ഫോണ്ട് Ctrl+Shift+F എന്ന് പറയും. ചേഞ്ച് ദി ഫോണ്ട് ഫേസ്, അത്ര മാത്രമേ അറിയണ്ടൂ. ഫോണ്ട് ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിഫറെൻറ്റ്. പിന്നെ വേർഡെല്ലാം എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് സ്പീഡിൽ ഞാനൊന്ന് പറഞ്ഞു പോകുന്നു. ഡിഫറെൻറ്റ് ടൈപ്പിൽ ഫോണ്ടിൻ്റെ ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫോണ്ട് ഫേസ്. അപ്പോൾ ഫസ്റ്റ് ടാബ് എന്ന് പറയുന്നത് ഫോണ്ട് ഫേസ്. അപ്പോൾ ഡീഫോൾട്ടായിട്ട് ഉണ്ടാവുന്നത് കാലിബ്രി എന്ന് പറയുന്നതാണ്. ലേറ്റസ്റ്റ് വേർഷനിൽ പണ്ട് 2 New Roman 12 ഫോണ്ടുമായിരുന്നു പറയൽ. ഇപ്പോൾ കാലിബ്രി എന്ന് പറയുന്ന ഫോണ്ടും 11 ആയിരുന്നു സൈസ്, അല്ല 11 സൈസ്. ഇതാണ് ഡീഫോൾട്ട്. അപ്പോൾ നമ്മൾ വേർഡ് ഓപ്പൺ ആക്കുമ്പോൾ ഉണ്ടാകുന്ന കാലിബ്രി എന്ന് പറയുന്ന ഫോണ്ടും 11 സൈസും. അപ്പോൾ ഇതിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് എന്താ പറഞ്ഞാൽ ഫോണ്ട് ഫേസ്, നെക്സ്റ്റ് ഫോണ്ട് സൈസ് സെലക്ട് ചെയ്യുക, ഫോണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ചെയ്യേണ്ട സംഭവം ഒന്ന് സെലക്ട് ചെയ്യണം അല്ലേ. ഫസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ഷൻ എങ്ങനെയാണ്? മൗസ് വെച്ച് ഡ്രാഗ് ചെയ്യുക, ദെൻ സൈസ് കൂട്ടും. ഓക്കെ, ഇതാണ് ഫോണ്ട്. ഫോണ്ടിൽ വരുന്ന അടുത്തതാണ് ഇത് ഫോണ്ട് സൈസ്. ഇത് ഫോണ്ട് ഫേസ്, ഇത് ഫോണ്ട് സൈസ്. ഫോണ്ട് സൈസ് എന്താ? Ctrl+Shift+, ഷോർട്ട് കട്ട് അവിടെ തന്നെ വരുന്നുണ്ട്, Shift+P. ചേഞ്ച് ദി ഫോണ്ട് സൈസ്. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കുറച്ച് ടെക്സ്റ്റ് ആക്കാം. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓരോന്നും ചെയ്യാൻ വേണ്ടി കുറച്ച് ടെക്സ്റ്റ് ഉണ്ടാക്കി. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ ഫോണ്ട് ഫേസിൽ നിങ്ങളിത് ഓരോന്നിൻ്റെ പേര് എഴുതേണ്ടി വരും. ഗ്രോ ഫോണ്ട് എന്ന് പറയും. ഗ്രോ ഫോണ്ട് എന്ന് വെച്ചാൽ നമ്മൾ സൈസ് ഡയറക്റ്റ്ലി കൂട്ടാണ്ടതായി. ഈ സംഭവം ഗ്രോ ഫോണ്ട് എന്ന് പറയുന്ന ടൂൾ എന്ത് ചെയ്താൽ മതി? ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ഗ്രോ ഫോണ്ട് എന്ന് പറയും. ഇതിന് നമ്മൾ ഷ്രിങ്ക് ഫോണ്ട് എന്ന് പറയും. ഇത് ഗ്രോ ഫോണ്ട്, ഇത് ഷ്രിങ്ക് ഫോണ്ട്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ട് അവിടെ തന്നെ കാണിക്കുന്നുണ്ട്. Ctrl+greater than സിമ്പിൾ അടിച്ചാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? സൈസ് ഒന്ന് കൂട്ടണമെങ്കിൽ Ctrl+greater than സിമ്പിൾ അടിച്ചാൽ മതി. കൺട്രോളും ഗ്രേറ്റർ ദാൻ സിമ്പിളും അടിച്ചാൽ മതി. കൺട്രോളും ലെസ് ദാൻ സിമ്പിളും അടിച്ചാൽ എന്താവും? സ്മോൾ ലെറ്റർ ആവും. അത് ചേഞ്ച് ഫോണ്ട് ചെയ്യുന്നതിൽ ഷോർട്ട് കട്ടാക്കി ചെയ്യണമെങ്കിൽ കൺട്രോൾ, അതാണ് ഇത് ഗ്രോ ഫോണ്ടിൻ്റെ ഷോർട്ട് കട്ട് Ctrl+greater than സിമ്പിൾ. ഷ്രിങ്ക് ഫോണ്ടിൻ്റെത് Ctrl+less than സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ബോൾഡ്. അപ്പോൾ ഫോണ്ടിൽ വരുന്ന അടുത്ത ടൂളാണ് ബോൾഡ്. അപ്പോൾ ഹൗ ടു ബോൾഡ് എ ടെക്സ്റ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയണ്ടേ? ഫസ്റ്റ് സെലക്ട് ദി ടെക്സ്റ്റ് യു വാണ്ട് ടു ബോൾഡ് ആൻഡ് ക്ലിക്ക് ബി ഓപ്ഷൻ ഫ്രം ദി ഫോണ്ട് മെനു. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ഷോർട്ട് കട്ട് Ctrl+B. മേക്ക് ദി സെലക്ഷൻ ടെക്സ്റ്റ് ബോൾഡ്. Ctrl+B അടിച്ചാൽ ബോൾഡായി. ഓക്കെ, അപ്പോൾ Ctrl+B അടിച്ചാൽ ബോൾഡ്. അപ്പോൾ ആ ബോൾഡ് നമുക്കിപ്പോൾ കളയണമെങ്കിലോ സെലക്ട് ചെയ്യുക, B തന്നെ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ബോൾഡ് പോകും. അപ്പോൾ Ctrl+ എന്തടിച്ചാൽ മതി? Ctrl+B. ഇപ്പോൾ ബോൾഡിൻ്റെ ഷോർട്ട് കട്ടും പഠിച്ചു. ഹൗ ടു ബോൾഡ് എ ടെക്സ്റ്റ്. ഫസ്റ്റ് സെലക്ട് ദി ടെക്സ്റ്റ്, then click B or Ctrl+B. B from the font menu or font tab, അല്ലെങ്കിൽ then press Ctrl+B. ഇങ്ങനെയാണ് എഴുതുക. ഇനി how to italics a text. Then first select the sentence and then click I button or Ctrl+I. Ctrl+I അടിക്കുക, അല്ലെങ്കിൽ I ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് അപ്പോൾ നമുക്ക് ഈ ബോൾഡ് ആയതും ഇറ്റാലിക് ആയതും റിമൂവ് ചെയ്യണമെങ്കിൽ ദാറ്റ് ബട്ടൺ തന്നെ. ഇപ്പോൾ ഇറ്റാലിക്സ് റിമൂവ് ചെയ്യേണ്ടത് Ctrl+I തന്നെ അടിക്കണം, അല്ലെങ്കിൽ I ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, റിമൂവ് ചെയ്യാനും രണ്ടിനും ഏതാണ്? ഒരേ ടാബ് തന്നെയാണ്. നെക്സ്റ്റ് അണ്ടർലൈൻ്റെ ടാബ് ഏതാണ്? യു ക്ലിക്ക് ചെയ്യുക, അണ്ടർലൈൻ വന്നു. വേർഡിൽ പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ അല്ലേ, ജസ്റ്റ് പറഞ്ഞു പോകുന്നു. അപ്പോൾ അടുത്ത ഫോണ്ട് മെനുവിൽ വരുന്നതാണ് സ്ട്രൈക്ക് ഔട്ട്. അതായത് ഇങ്ങനെ ഒരു വെട്ടിയ പോലെ വരും. ഓക്കെ, അതിൻ്റെ ഷോർട്ട് കട്ടും ഉണ്ടാവും. ഡ്രോ ദി ലൈൻ ത്രൂ ദി മിഡിൽ ഓഫ് ദി സെലക്റ്റഡ് ടെക്സ്റ്റ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ തിയറി, ഡ്രോ എ ലൈൻ ത്രൂ ദി മിഡിൽ ഓഫ് ദി സെലക്റ്റഡ് ടെക്സ്റ്റ്. അതാണ് ഏത്? സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്നത്. കണ്ടാൽ മനസ്സിലാവുന്നില്ലേ? ചെയ്ത് നോക്കിയാൽ പിന്നെ ഇതിൻ്റെ തിയറി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിനെന്താ പറയുക? അടുത്തത് സബ്സ്ക്രിപ്റ്റ് എന്ന് പറയും.
സബ്സ്ക്രിപ്റ്റ്. ക്രിയേറ്റ് എ സ്മോൾ ലെറ്റേഴ്സ് ബിലോ ദി ടെക്സ്റ്റ് ഓഫ് ദി ബേസ് ലൈൻ. അതായത് നമ്മൾ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. H2O, അതായത് ഈ 2 എന്നുള്ളത് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുക, സംഭവം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ H2O ഇത് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് സ്മോൾ ലെറ്റേഴ്സ് ബിലോ ദി ടെക്സ്റ്റ് ബേസ് ലൈൻ. അപ്പം ഷോർട്ട് കട്ട് എന്ന് പറയാം കൺട്രോളും ഈക്വൽ ടു അല്ലേ, കൺട്രോൾ പ്ലസ് ഈക്വൽ ടു ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. കൺട്രോളും ഈക്വൽ ടു അടിച്ചാൽ മതിയാണ്. ഷോർട്ട് കട്ട് എന്ന് വന്നു, സബ്സ്ക്രിപ്റ്റ് വന്നു, കൺട്രോൾ ഈക്വൽ ടു അടിച്ചാൽ മതി. ഇനി ഇതെടുത്തത് എന്താണ്? സൂപ്പർ സ്ക്രിപ്റ്റ്. കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് അടിക്കേണ്ട ക്രിയേറ്റ് എ സ്മോൾ ലെറ്റേഴ്സ് എബോവ് ദി ലൈൻ. അതായത് സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് വരും. അല്ല ഇത് ക്ലിക്ക് ചെയ്താലും മതി, അല്ല ഷോർട്ട് കട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഉണ്ടായി DO എന്നുള്ളത് മുകളിൽ വന്നില്ല. നമ്മൾ 7th 8th എന്നെല്ലാം ആക്കണമെങ്കിൽ ഷോർട്ട് കട്ട് വെച്ചിട്ടാണ് എന്താ അവർ പറഞ്ഞാൽ കൺട്രോളും പ്ലസ് സിമ്പലും അല്ലേ, കൺട്രോളും ഷിഫ്റ്റും പ്ലസ് സിമ്പലും. കൺട്രോളും പ്ലസ് സിമ്പലും ആകുമ്പോൾ സബ്സ്ക്രിപ്റ്റ്, കൺട്രോൾ ഷിഫ്റ്റും പ്ലസ് സിമ്പലും ആകുമ്പോൾ എന്തായി സൂപ്പർ സ്ക്രിപ്റ്റ്. അത് ഓർമ്മിക്കുക, അത് വേണം ഷോർട്ട് കട്ട്. കൺട്രോളും പ്ലസ് സിമ്പലും അല്ല ഈക്വൽ ടു സിമ്പലും ആണെങ്കിൽ സൂപ്പർ സ്ക്രിപ്റ്റ് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരും. കൺട്രോളും ഷിഫ്റ്റും ഒന്നിച്ച് അടിച്ച് പ്ലസ് അടിച്ചാൽ എന്തായി സൂപ്പർ സ്ക്രിപ്റ്റ്. അപ്പോൾ അതാണ് അതിൻ്റെ ഷോർട്ട് കട്ട്. അറിയില്ലെങ്കിൽ ജസ്റ്റ് വിൻഡോ ഉണ്ടെങ്കിൽ അടിയിൽ വെച്ച് നോക്കിയാൽ മതി. കറക്റ്റ് ഷോർട്ട് കട്ട് അടക്കം അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫോണ്ട് മെനുവിൽ ഫോണ്ട് പറഞ്ഞു, സൈസ്, ഗ്രോ ഫോണ്ട്, ഷ്രിങ്ക് ഫോണ്ട്, ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ, സ്ട്രൈക്ക് ഔട്ട്, സബ്സ്ക്രിപ്റ്റ്, സൂപ്പർ സ്ക്രിപ്റ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൂളാണ്. ഇതിനെന്ത് പറയാം? ടെക്സ്റ്റ് എഫക്റ്റ്. അപ്ലൈ എ വിഷ്വൽ എഫക്റ്റ് ടു ദി സെലക്റ്റഡ് ടെക്സ്റ്റ് സച്ച് ആസ് ഷാഡോ, ഗ്ലോ ഓർ റിഫ്ലക്ഷൻ. ഇതിങ്ങനെയുള്ള വേർഡ് ആർട്ട് പോലെയുള്ള സംഭവങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണെന്നില്ലേ, വേർഡ് ആർട്ട് പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്, ഈ ടെക്സ്റ്റ് എഫക്ട്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഇപ്പോൾ ഫോൺ ടാബിൽ ഏത് പറഞ്ഞു? ടെക്സ്റ്റ് എഫക്ട്സ് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഇതിനെ പറയും ഹൈലൈറ്റ്. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തിയറി നോക്കുക. ടെക്സ്റ്റ് ഹൈലൈറ്റ് കളർ. മേക്ക് ടെക്സ്റ്റ് ലുക്ക് ലൈക്ക് ഇറ്റ് വാസ് മാർക്ക്ഡ് വിത്ത് എ ഹൈലൈറ്റർ പെൻ അല്ലേ. ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നേ ഉള്ളൂ, അത് ആ ഒരു ടെക്സ്റ്റിന് ഒരു മാർക്കറായിട്ട് വരും ബാക്ക്ഗ്രൗണ്ടിൽ. നമ്മൾ സെലക്ട് ചെയ്യാം. ആദ്യം എന്ത് ചെയ്യണം? ആവശ്യമില്ലെടുത്തുകൊണ്ട് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കളർ ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ അത് പോകണമെങ്കിൽ എസ്കേപ്പ് കീ അടിച്ചാൽ മതി. ഇപ്പോൾ സെലക്ട്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ഇതിന് ടെക്സ്റ്റിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ വേണം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് കളർ സെലക്ട് ചെയ്യുക, ദെൻ ഡ്രാഗ് ചെയ്യുക. ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക. ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ട, നമുക്ക് ആവശ്യമില്ലെടുത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യാൻ പറ്റും? ഡ്രാഗ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ചില മാറ്ററിന് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ടെക്സ്റ്റിന് മാത്രം, ചിലതിന് മാത്രം ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ പറ്റില്ലേ, ലൈനിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ. അതാണ് ഇത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഇത് വരുന്നതുകൊണ്ട് എന്ത് ചെയ്യുക? പോകണമെങ്കിൽ ഒന്നിക്ക് അതന്നെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ എസ്കേപ്പ് കീ പ്രസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ടെക്സ്റ്റ് കളർ. ഇതെന്താണ് പറഞ്ഞത്? ടെക്സ്റ്റ് ഹൈലൈറ്റ് കളർ. ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടതാണ് ടെക്സ്റ്റ് ഹൈലൈറ്റ് കളർ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദിസ്? ഫോണ്ട് കളർ. ചേഞ്ച് ചെയ്ത് ടെക്സ്റ്റിൻ്റെ ഫോണ്ടിൻ്റെ കളർ മാറ്റും അല്ലേ. സെലക്ട് ചെയ്യുക, പിന്നെ ചെയ്യുന്നത് തന്നെ എല്ലാവരും. ടെക്സ്റ്റിൻ്റെ കളർ സെലക്ട് ചെയ്യുക. ഹൗ ടു ചേഞ്ച് ചെയ്ത് ടെക്സ്റ്റ് കളർ എന്ന് വെച്ചാൽ അങ്ങനെ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് സെലക്ട് ദി ടെക്സ്റ്റ് യു വാണ്ട് ടു ചേഞ്ച് ദി കളർ ആൻഡ് ക്ലിക്ക് വാട്ട് font color option from the font menu, then click click wanted color. നമുക്ക് ആവശ്യമുള്ള കളർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യാം, ഇവിടുന്ന് ചേഞ്ച് ചെയ്യുക, കളർ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഗ്രേഡിയൻ കളറെല്ലാം വേണമെങ്കിൽ ചെയ്യാം. അതെല്ലാം നിങ്ങൾ ഫോണിലെല്ലാം ചെയ്യുന്നത് തന്നെ അല്ലേ. ഗ്രേഡിയൻ കളറെല്ലാം വേണമെങ്കിൽ ഉണ്ടാക്കാം. ഗ്രേഡിയൻ കളർ എന്ന് പറഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്ത കളർ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം സെലക്ട് ചെയ്യാം. ഗ്രേഡിയൻ കളേഴ്സ് നമുക്ക് മോർ ഗ്രേഡിയൻസ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എല്ലാം മിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ. സ്ലൈഡ് ഫില്ല് കളർ വേണമെങ്കിൽ കൊടുക്കാം. ഗ്രേഡിയൻ ഫില്ല് എന്നിട്ട് വേറെ കളറ് എന്താ 2 കളർ വരും അന്നേരം. ഇത് വേറൊരു കളറ്, കുറേ മോഡൽസ് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള
സെലക്ട് ചെയ്തില്ല അല്ലേ നമ്മൾ. ഗ്രേഡിയൻറ്റ് കളറ്, ഗ്രേഡിയൻറ്റ് ഫില്ല്, ടെക്സ്റ്റിനൊരു ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിലും ക്ലിയർ ആവുന്നില്ല, നല്ലൊരു ഷൈനിങ് ഇല്ല ഫോണ്ട് വരും. അതൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയാണ് ഫോണ്ട് ടാബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോണ്ട് ടാബിൽ വരുന്നതാണ് ഇത് ഫോണ്ട് സൈസ്, ഫോണ്ട് ടൈപ്പ്, ഫോണ്ട് ഫേസ്, ഫോണ്ട് ടൈപ്പ്, ഷ്രിങ്ക് ഫോണ്ട്, ഗ്രോ ഫോണ്ട്, ഷ്രിങ്ക് ഫോണ്ട്, ഇനി ഒരു ഓപ്ഷനും കൂടെ. ഈ 2 ഓപ്ഷനാണ് നമ്മൾ പറയാത്തത്. നെക്സ്റ്റ് വരുന്നത്, ഇത് സ്പീഡ് പോകുന്നില്ലേ, നല്ല വീഡിയോ ആയതുകൊണ്ട് എനിക്ക് അത്ര ടൈം കളയാൻ കഴിയില്ല. ഇതിന് നമ്മൾ ചേഞ്ച് കേസ് എന്ന് പറയും. ചേഞ്ച് കേസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓൾ ദി സെലക്റ്റഡ് ടെക്സ്റ്റ് ടു അപ്പർ കേസ്, ലോവർ കേസ്, അതർ കോമൺ ക്യാപിറ്റലൈസേഷൻ. അപ്പോൾ നമുക്കൊരു ടൈപ്പ് ചെയ്തതിനെ ഒറ്റയടിക്ക് സ്മോൾ ലെറ്റർ ടൈപ്പ് ചെയ്തതിനെ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം, അപ്പർ കേസ് കൊടുത്താൽ മതി. അപ്പോൾ ചേഞ്ച് കേസ് ഓപ്ഷൻ, വാട്ട് ഈസ് ദി ചേഞ്ച് കേസ് ഓപ്ഷൻ ഇൻ MS Word എന്ന് വെച്ചാൽ എന്ത് ചെയ്യാം, ഇൻ ഫോണ്ട് ടാബിലുണ്ട്. ഇറ്റ്സ് പ്ലേസ് ഇൻ font tab. What is that? Change case, change all the selected text to uppercase, lowercase or other common capitalization എഴുതുക. നെക്സ്റ്റ് അതിൽ വരുന്ന ഓപ്ഷൻസ് നോക്കുക. ഫസ്റ്റ് ചേഞ്ച് കേസിൽ വരുന്നത് സെൻറ്റൻസ് കേസ്. സെൻറ്റൻസ് കേസ് എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റിൻ്റെ ഇതാണെങ്കിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ ഒരു സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് സെൻറ്റൻസ് കേസ് എന്ന് പറയാം. സെൻറ്റൻസ് കേസ് എന്താണ്, ഫസ്റ്റ് ഒരു ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാവും, അതാണ് സെൻറ്റൻസ് കേസ് എന്ന് പറയും. നെക്സ്റ്റ് വരുന്നത് ചേഞ്ച് കേസിൽ ലോവർ കേസ് എന്ന് പറഞ്ഞാൽ എല്ലാം ലോവർ കേസിലേക്ക് മാറ്റും. നെക്സ്റ്റ് വരുന്നത് അപ്പർ കേസ്, എന്നിട്ട് എല്ലാം ക്യാപിറ്റലൈസ് ചെയ്യും. നെക്സ്റ്റ് വരുന്നത് എന്താണ്, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്, അതായത് ഓരോ വേർഡും ക്യാപിറ്റലൈസ് ചെയ്യും. നെക്സ്റ്റ് വരുന്നത് എന്താണ്, ടോഗിൾ കേസ് എന്ന് വെച്ചാൽ ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ. ചിലപ്പോൾ ഈ ചേഞ്ച് കേസ് എക്സ്പ്ലെയിൻ ചേഞ്ച് കേസ് ഓപ്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഓപ്ഷൻസ് ജസ്റ്റ് അതിൽ കാണുന്ന ഇത് മാത്രം എഴുതി വെക്കുക. സെൻറ്റൻസ് കേസ്, ലോവർ കേസ്, അപ്പർ കേസ്, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്, ടോഗിൾ കേസ്, ഇത്രയും ഓപ്ഷൻസാണ് അതിലുള്ളത്. നെക്സ്റ്റ് ക്ലിയർ, ഇതാണ് അടുത്ത ഓപ്ഷൻ ഫോണ്ടിൽ വരുന്നത്, ക്ലിയർ ഫോർമാറ്റിംഗ്. ക്ലിയർ ഓൾ ദി ഫോർമാറ്റിംഗ് ഫ്രം ദി സെലക്ഷൻ ലീവിങ് ഓൺലി ദി പ്ലെയിൻ ടെക്സ്റ്റ്. ഇതിനെയാണ് ക്ലിയർ ഫോർമാറ്റിംഗ്. നമ്മൾ സാധാരണ ഡിലീറ്റ് അടിച്ചാൽ എന്താ ചെയ്യുക, ഈ ടെക്സ്റ്റ് ഡിലീറ്റ് ആയി പോവല്ലേ ചെയ്യാം. എനിക്ക് അങ്ങനെ വേണ്ട, ഞാനിപ്പോൾ എന്തെല്ലോ ഫോർമാറ്റിംഗ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ല, ഇതിന് കുറേ മോഡിഫിക്കേഷൻ അതും ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് എന്ത് ചെയ്യണം, ഇത് ഒറ്റയടിക്ക് ക്ലിയർ ചെയ്യണം. ഈ സ്ട്രൈക്ക് ഔട്ടും ഈ ഫോർമാറ്റിംഗ് എല്ലാം ഒറ്റയടിക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ സംഭവം ക്ലിക്ക് ചെയ്യുക. ക്ലിയർ ഫോർമാറ്റിംഗ്, ക്ലിയർ ഓർ ദി ഫോർമാറ്റിംഗ് ഫ്രം ദി സെലക്ഷൻ ലീവിങ് ഓൺലി ദി പ്ലെയിൻ ടെക്സ്റ്റ്, അതാണ് ക്ലിയർ ഫോർമാറ്റിംഗ്. ഓക്കെ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ പോയി, ബാക്കിയെല്ലാ ഫോർമാറ്റിങ്ങും പോയല്ലേ. അപ്പോൾ ഇത് ഈ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തില്ലേ, അത് നമ്മൾ ഫോർമാറ്റ് ചെയ്തതല്ല, പെയിൻറ്റ് ചെയ്ത പോലെ ചെയ്തതല്ലേ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യണം, അത് പോകണമെങ്കിൽ നമ്മൾ നോ കളർ തന്നെ ഫില്ല് ചെയ്യണം. അത് ശ്രദ്ധിക്കണം, ആ ഫോർമാറ്റിങ് ക്ലിയർ ആവുന്നില്ല, അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് നോ ഫില്ല് കൊടുത്താൽ മതി. ഓക്കെ, ബാക്കി എല്ലാ ഫോർമാറ്റിങ് ബോൾഡ് ആക്കിയത് ഇറ്റാലിക്സ് എല്ലാം ഒറ്റയടിക്ക് ചേഞ്ച് ചെയ്തില്ലേ, അതാണ് ക്ലിയർ ഫോർമാറ്റിംഗ്. അപ്പോൾ ഇത്രയും ഫോണ്ട് മെനു ഇത്രയായി. ഇനി അടുത്തത് പാരഗ്രാഫ് മെനു ആണ് പറയാൻ പോകുന്നത്. പാരഗ്രാഫ് മെനുവിൽ നമ്മൾ മെയിനായിട്ട് അലൈൻമെൻറ്റ് ടൂൾസ് പറയാം. ഫസ്റ്റ് അലൈൻ എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്ന സംഭവമല്ലേ, അതുകൊണ്ട് പറഞ്ഞങ്ങ് പോകുന്നത് Ctrl+E സെൻട്രൽ അലൈൻമെൻറ്റ് എന്ന് പറയും. ഫസ്റ്റ് പാരഗ്രാഫിൽ ഫസ്റ്റ് നമുക്ക് ഈ വാട്ട് ആർ ദി അലൈൻമെൻറ്റ് ടൂൾസ് ഇൻ MS Word എന്ന് ചോദിച്ചാൽ അതെവിടെയുള്ളത്, പാരഗ്രാഫ് എന്ന് പറയുന്ന ടാബിനകത്താണ് നമ്മളെ അലൈൻമെൻറ്റ്സ് ഒക്കെ ഉള്ളത് അല്ലേ. പാരഗ്രാഫ് ടൂൾസിലാണ് അലൈൻമെൻറ്റ്സിലുള്ളത്. അപ്പം ഫസ്റ്റ് ഞാൻ സെൻട്രൽ അലൈൻമെൻറ്റ് പറഞ്ഞു. അതിൻ്റെ ഷോർട്ട് കട്ട് എന്താണ്, അലൈൻമെൻറ്റിൽ വരുന്ന ഫസ്റ്റ് ഷോർട്ട് കട്ട് Ctrl+E. സെൻട്രൽ അലൈൻമെൻറ്റിൻ്റെ ഷോർട്ട് കട്ട് Ctrl+E, അല്ലെങ്കിൽ സെലക്ട് ചെയ്യുക, സെൻട്രൽ അലൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഏതാണ്, അലൈൻ ലെഫ്റ്റ് Ctrl+L. ഡീഫോൾട്ടായിട്ട് ടെക്സ്റ്റിൻ്റെ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് അലൈൻമെൻറ്റ് ഉണ്ടാവുക അല്ലേ. Ctrl+L ആണ് ഷോർട്ട് കട്ട്. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് അലൈൻമെൻറ്റിലാണ് ഉണ്ടാവുക. അലൈൻ ടെക്സ്റ്റ് ടു ലെഫ്റ്റ്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് അലൈൻ ടെക്സ്റ്റ് ടു ലെഫ്റ്റ് Ctrl+L, അലൈൻ ടെക്സ്റ്റ് ടു സെൻറ്റർ Ctrl+E. ഇനി ഇതെന്തായിരിക്കും, അലൈൻ ടെക്സ്റ്റ് ടു റൈറ്റ്. ഇപ്പോൾ റൈറ്റിലേക്ക് അസൈൻ ചെയ്യുക, അതിൻ്റെത് Ctrl+ എന്താണ് ഷോർട്ട് കട്ട് Ctrl+R. ഇനി ഇതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റിഫൈ എന്ന് പറയും, അതായത് ഈ സൈഡെല്ലാം ഒരേപോലെ വരാൻ വേണ്ടിയിട്ടുള്ള ടൂളാണിത്.
അപ്പോൾ അലൈൻമെൻറ്റ് ടൂൾ എന്ന് പറഞ്ഞാൽ എന്തെല്ലാമായി? അലൈൻ ടെക്സ്റ്റ് ടു ബോത്ത് ദി ടെക്സ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർജിൻ ആഡിങ് എക്സ്ട്രാ സ്പേസ് ബിറ്റ്വീൻ വേർഡ്സ് നെസസറി. ദിസ് ക്രിയേറ്റ് എ ക്ലീൻ ലുക്ക് അലോങ് ദി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് ദി പേജ്. അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരുപോലെ അറേഞ്ച് ചെയ്യുന്നതാണ് എന്തെന്ന് ജസ്റ്റിഫൈ എന്ന് പറയുന്നത്. അപ്പം അലൈൻമെൻറ്റ് ടൂളിൽ വരുന്ന ഇതോ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് പാരഗ്രാഫ് ടൂളിലാണ്, പാരഗ്രാഫ് ടാബിലാണ് അതിൽ വരുന്നത് അലൈൻ ടെക്സ്റ്റ് ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, റൈറ്റ്, ജസ്റ്റിഫൈ, 3 ഓപ്ഷൻസ്. ഇനി ടാബ് ഇതിൽ വരുന്ന മെയിൻ ഒരു ഇതാണ് ലൈൻ സ്പേസിംഗ് ഓപ്ഷൻ. അപ്പോൾ ഇതെന്താണ്? ലൈൻ ആൻഡ് പാരഗ്രാഫ് സ്പേസിംഗ്. ചേഞ്ച് ദി സ്പേസിംഗ് ബിറ്റ്വീൻ ദി ലൈൻസ് ഓഫ് ടെക്സ്റ്റ്. ഇതാണ് എന്താണ് പറയുക? ചേഞ്ച് ദി സ്പേസിംഗ് ബിറ്റ്വീൻ ലൈൻ ഓഫ് ടെക്സ്റ്റ്. ചേഞ്ച് ദി spacing between line of text. You can also customize the amount of space added and before the after paragraph. നമുക്ക് ഇതിൽ ഓപ്ഷൻസ് നോക്കാം. ലൈൻ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ ലൈൻ ഇത് തമ്മിൽ സ്പേസിങ്. അപ്പോൾ ഇതിൽ വരുന്ന ഓപ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡീഫോൾട്ടായിട്ട് 2010 വേർഷനാണ് ഇതിലെന്താ ഉള്ളത്? 1.15 ആണ് ഉള്ളത്. നെക്സ്റ്റ് വരുന്നത് ഡീഫോൾട്ട് അതാണ് ടിക്ക് ഇട്ടിട്ട് കാണുന്നില്ല, അത് 1.15. നമുക്ക് സൈസ് കുറക്കണമെങ്കിൽ ഇത്രയാണ് ഡീഫോൾട്ട് സൈസ്. 1 വേണമെങ്കിൽ ക്ലിക്ക് ചെയ്താൽ 1 കുറച്ച് അടുത്തടുത്ത് വരും അല്ലേ. അതെ 1.5 എന്ന് പറയുമ്പോൾ കുറച്ച് ഇത് വരും. 2 ഇത്രയും ഗ്യാപ്പ് വരും. 2.5 ഇത്രയും ഗ്യാപ്പ്. 3 അല്ലേ. അപ്പോൾ ഇത്രയും നമുക്ക് ഒരു 1 കൊടുക്കാം. അതാണ് ലൈൻ സ്പേസിങ്ങിൽ കുറച്ച് ഓപ്ഷൻസ്. ഇനി ഇതിൽ കുറേ ലൈൻ സ്പേസിങ് ഓപ്ഷൻസ് വരുന്നുണ്ട്. ലൈൻ സ്പേസിങ് ഓപ്ഷൻസ് ആണ് അലൈൻമെൻറ്റ്. ലെഫ്റ്റ് വേണോ, നമ്മളിവിടെ കൊടുത്ത തന്നെ സെൻറ്റർ വേണോ, ലെഫ്റ്റ്. ഇപ്പോൾ പാരഗ്രാഫിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസാണ് വരിക. അപ്പോൾ ലെഫ്റ്റ് വേണോ, റൈറ്റ് വേണോ, സെൻറ്റർ, ഔട്ട്ലൈൻ ലെവൽ, ബോഡി ടെക്സ്റ്റ്. അത് നമ്മൾ ഈ ഔട്ട്ലൈൻ ലെവലെല്ലാം ഉദ്ദേശിക്കുന്നത് എന്നറിയാം. കുറേ ഹെഡിങ്ങും അതെല്ലാം ഇല്ലേ, അതിപ്പം മനസ്സിലാവില്ല. ഇനി ഇൻഡൻറ്റേഷൻ ഉദ്ദേശിക്കുന്നത് അതായത് ലെഫ്റ്റിൽ നിന്ന് ഇത്ര ഇങ്ങോട്ടേക്ക് വരണം ലൈന്, റൈറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര വരണം. പിന്നെ സ്പെഷ്യൽ എന്നാണ് ഉദ്ദേശിച്ചതെന്ന് പറയാം. ഇതിലിപ്പം ഫസ്റ്റ് ലൈൻ, അതായത് ഇൻഡൻറ്റേഷനിൽ എന്താണ് വരുന്നത്? ലെഫ്റ്റ്, റൈറ്റ്, ഫസ്റ്റ് ലൈൻ എത്ര 0.5 ഇങ്ങോട്ടേക്ക് വരണം. അതായത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്ന് നമുക്ക് 0 ആക്കാം. ലെഫ്റ്റിൽ നിന്ന് 0.5 ഫസ്റ്റ് ലൈൻ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ അതാ ഫസ്റ്റ് ലൈൻ ബൈ എത്ര വാല്യൂ എന്നൊക്കെ കൊടുക്കാം. നമുക്ക് ഈ സെലക്ട് ചെയ്ത 2 ലൈൻ്റെ ഫസ്റ്റ് ലൈൻ 0.5 എന്ന് തുടങ്ങുക. അപ്പോൾ ഈ സംഭവം തന്നെയാണ് അത് ഈ റൂളറിൽ കാണുന്നത്. ഇതിങ്ങനെ മാറ്റിയാലും വരും. അതിന് പകരം ലൈൻ സ്പേസിൽ ഓപ്ഷൻ ഉണ്ട്. ലൈൻ സ്പേസിങ് ഓപ്ഷൻസ് എടുത്തിട്ട് ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് ഇത്ര വേണോ, ഫസ്റ്റ് ലൈൻ വേണോ. പിന്നെ ഫസ്റ്റ് ലൈനും ഈ സ്പെഷ്യലിൽ ഫസ്റ്റ് ലൈനും ഹാങ്ങിങ്ങും വരുന്നുണ്ട്. ഹാങ്ങിങ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇതിനകത്തുള്ളത്. അപ്പോൾ ഹാങ്ങിങ് നമുക്ക് കുറച്ച് മാറ്റണമെങ്കിൽ ഇത് വേണം കൂട്ടിക്കൊടുക്കുക. അപ്പോൾ ഹാങ്ങിങ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രം. ഫസ്റ്റ് ലൈൻ ഇങ്ങോട്ടും ഹാങ്ങിങ് എല്ലാം ഒരു സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റിൽ ചെയ്യണമെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലൈൻ സ്പേസിങ് ഓപ്ഷൻസിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ലൈൻ സ്പേസിങ് ഓപ്ഷൻസ് എടുക്കുക. ഓക്കെ, ഇത് സ്പേസിങ് ആണ്, അത് നമ്മൾ മുകളിൽ നിന്ന് തന്നെ ചെയ്യുന്നുണ്ട്. ഓക്കെ, പാരഗ്രാഫ് സ്പേസിങ് അല്ലാണ്ട് ഇതിൽ നിന്ന് തന്നെ ചെയ്യാം. പാരഗ്രാഫ് ആഡ് സ്പേസ് ബിഫോർ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ പാരഗ്രാഫിൻ്റെ തമ്മിലുള്ളത് കൊടുക്കുക. റിമൂവ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ്, നമുക്കിപ്പോൾ ഈ പാരഗ്രാഫ് തമ്മിലുള്ള ഗ്യാപ്പ് കുറച്ച് കുറക്കണം. അപ്പോൾ റിമൂവ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ് കൊടുത്താൽ മതി. ഇനി പാരഗ്രാഫിൻ്റെ സ്പേസിങ് അറേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് പോവുക, ലൈൻ സ്പേസിങ് ഓപ്ഷൻസ് എടുക്കുക. ഇത് വേണ്ട സ്പേസിങ് ബിഫോർ ഇത്ര. ഓരോ പാരഗ്രാഫും മറ്റേ പാരഗ്രാഫും തമ്മിലുള്ള ഗ്യാപ്പ് നമുക്കിവിടെ കൂട്ടിയിട്ടും കുറച്ചിട്ട്. അത് ഓട്ടോ എന്ന് പറഞ്ഞാൽ ഡീഫോൾട്ട്. അതിൽ നമുക്കൊരു ഗ്യാപ്പ് പാരഗ്രാഫ് തമ്മിലുള്ളത് ബിഫോർ, അതായത് ഒരു പാരഗ്രാഫും വേറെ പാരഗ്രാഫ് ബിഫോർ ഉണ്ട്. ആഫ്റ്റർ, അതായത് ഒരു പാരഗ്രാഫിന് ശേഷം എത്ര സ്പേസ് വേണമെങ്കിൽ ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. പിന്നെ എന്താ വരുന്നത് സ്പേസിങ്ങിൽ? ലൈൻ സ്പേസിങ്. അത് നമ്മൾ മുകളിൽ ചെയ്ത് തന്നെ ഡബിൾ, അറ്റ്ലീസ്റ്റ്, എക്സാക്ട്ലി എന്നെല്ലാം നമ്മൾ മുകളിൽ ചെയ്ത് 1.5 എല്ലാം കൊടുക്കുന്നില്ല. അതെ, അപ്പോൾ എത്ര ലൈൻ സ്പേസിങ് വേണോ? അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് സ്പേസിങ്. അപ്പം ലൈൻ സ്പേസിങ്, ജനറൽ, ഇൻഡൻറ്റേഷൻ, സ്പേസിങ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഓപ്ഷൻസാണ് പാരഗ്രാഫിൻ്റെ ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ പാരഗ്രാഫ് ഓപ്ഷൻസ് അത്രയേ ഉള്ളൂ. ഈ ലൈൻ സ്പേസിങ്ങിലാണ് പാരഗ്രാഫിൻ്റെത് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വരുന്നത് ബുള്ളറ്റ് ആൻഡ് നമ്പറിങ്.
ഇതെന്താണ്? സ്റ്റാർട്ട് എ ബുള്ളറ്റ് ലിസ്റ്റ്. നമുക്ക് ബുള്ളറ്റ് ലിസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്താൽ എന്ത് ചെയ്യും? പോയിൻറ്റ്സ് ആയിട്ട് വരും. ഇതാണ് ബുള്ളറ്റ് ആൻഡ് നമ്പറിംഗ് എന്ന് പറയാം. അപ്പോൾ ബുള്ളറ്റ്സിൻ്റെ തന്നെ പല മോഡൽസ് ഇതിലുണ്ടാവും. അപ്പോൾ ഈ മോഡലാവണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. പിന്നെ വേറെ മോഡൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഈ മോഡലാണെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. ഇഷ്ടം പോലെ മോഡൽസ് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് ഇനിയിപ്പോൾ എൻ്റർ അടിക്കുമ്പോൾ എല്ലാം ബുള്ളറ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്കത് ബുള്ളറ്റ് ആവശ്യമില്ലെങ്കിൽ ബാക്ക് സ്പേസ് അടിച്ചാൽ മതി കേട്ടോ, പിന്നെ വരില്ല. ഇനിയിപ്പോൾ അങ്ങനെയല്ല, എനിക്ക് ഇത് സബ് ഹെഡിങ് ആയിട്ടെല്ലാം വരണമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇത് അടിച്ച് എൻ്റർ അടിച്ചു. എനിക്ക് ഇതിൻ്റെ സബായിട്ടാണ് വരേണ്ടതെന്ന് അടുത്ത ഓപ്ഷൻ. ഇതിന് നമ്മൾ ഇൻക്രീസ് ഇൻഡൻറ്റ് എന്ന് പറയും. അപ്പോൾ ബുള്ളറ്റ് നമ്പറിങ്ങിലെല്ലാം ഇത് അധികം ഇൻക്രീസ് ഇൻഡൻറ്റ് പറഞ്ഞാൽ അതിൻ്റെ സബായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇനി ഇൻക്രീസ് ഇൻഡൻറ്റ് നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ഫസ്റ്റിലേക്ക് തന്നെ വേണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതേ മോഡലിൽ വരും. അത് ഡിക്രീസ് ഇൻഡൻറ്റ് എന്ന് പറയും. അപ്പം ഇത് ബുള്ളറ്റ് നമ്പറിങ്, ഇത് ഇൻക്രീസ് ഇൻഡൻറ്റ്, ഇത് ഡിക്രീസ് ഇൻഡൻറ്റ്. ബുള്ളറ്റ് നമ്പറിങ്ങിൽ കുറേ സബ് ഓപ്ഷൻസ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. നമ്പറിങ് അതാണ് ബുള്ളറ്റിങ്. ഓക്കെ, ഇനി നമ്പറിങ് എന്ന് പറഞ്ഞാലോ, നമ്പറിങ് വരും. നമ്പറിങ് എന്ന് വെച്ചാൽ നമുക്കിതിന് പകരം നമ്പേഴ്സ് ആവേണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് കുറേ മോഡൽസ് ഉണ്ട്. ഇപ്പം 1 2 3 വേണമെങ്കിൽ 1 2 3, ഇത് ഈ കോമ ഇങ്ങനെ ബ്രാക്കറ്റ് ടൈപ്പ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇതാണെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് മൊത്തത്തിൽ വന്നതാണ്, നമ്മൾ സെലക്ഷൻ അത് കൊടുത്തോണ്ട്. അത് മാത്രം വേണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പം ബാക്ക് സ്പേസ് അടിച്ചിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് നേരത്തെ അങ്ങനെ വന്നതെന്നറിയാം? നമ്മൾ ഇവിടെ നിന്ന് എൻ്റർ അടിച്ചിട്ടാണ് ബുള്ളറ്റിൻ്റെ നമ്പറിങ് ആക്കുന്നുണ്ടെങ്കിൽ ഈ ഓൾറെഡി ഇല്ലതും കൂടെ ആ നമ്പറിങ്ങിലേക്ക് പോകും. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ചെയ്ത് ബാക്ക് സ്പേസ് അടിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്പറിങ് ചെയ്യണം. അപ്പോൾ അതിന് മാത്രമേ വരൂ. നമ്പറിങ്ങിനും സബ് ഹെഡിങ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് ABCD വേണ്ടെങ്കിൽ അങ്ങനെ ഇൻക്രീസ് ഇൻഡൻറ്റ് ചെയ്യാം. ഇനി ഇങ്ങോട്ടേക്ക് തന്നെ വരണമെങ്കിൽ അപ്പോൾ അത് 5 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഡിക്രീസ് ഇൻഡൻറ്റ്. അപ്പോൾ ഇത് പറയുമ്പോൾ ഇതെല്ലാം ആയില്ലേ? ഇൻക്രീസ് ഇൻഡൻ്റായി, ഡിക്രീസ് ഇൻഡൻ്റായി. വേണമെങ്കിൽ അതിൻ്റെ ഇത് നോക്കാം നമുക്ക്. തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ബുള്ളറ്റ് സ്റ്റാർട്ട് എ ബുള്ളറ്റ് ലിസ്റ്റ്, ക്ലിക്ക് ദി ആരോ ടു ചൂസ് ഡിഫറെൻറ്റ് ബുള്ളറ്റ് സ്റ്റൈൽ. ബുള്ളറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് എ ബുള്ളറ്റ് ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ക്ലിക്ക് ദി ആരോ ടു ചൂസ് ഡിഫറെൻറ്റ് ബുള്ളറ്റ് സ്റ്റൈൽ. നെക്സ്റ്റ് നമ്പറിംഗ് എന്ന് പറഞ്ഞാലോ, നമ്പറിംഗ് സ്റ്റാർട്ട് എ നമ്പർ ലിസ്റ്റ്, ക്ലിക്ക് ദി ആരോ ടു ചൂസ് ദി ഡിഫറെൻറ്റ് നമ്പറിംഗ് ഫോർമാറ്റ്സ്. അപ്പോൾ സ്റ്റാർട്ട് എ നമ്പറിംഗ് ലിസ്റ്റിന് വേണ്ടി ഞാൻ നമ്പറിംഗ് എന്ന് പറയാം. ഒരു ആരോ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ സൈഡ് ആരോ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡിഫറെൻറ്റ് നമ്പറിംഗ് സ്റ്റൈല് കിട്ടും. അത് വേണം ക്ലിക്ക് ചെയ്ത് നോക്കാം. ആദ്യം കാണിച്ചതാണല്ലേ. ഇതിൻ്റെ കുറേ ഔട്ട്ലൈൻ ലെവലാണ്. മൾട്ടി ലെവൽ ലിസ്റ്റ്, സ്റ്റാർട്ട് എ മൾട്ടി ലെവൽ ലിസ്റ്റ്, ക്ലിക്ക് ദി ആരോ ടു ചൂസ് ഡിഫറെൻറ്റ് മൾട്ടി ലെവൽ ലിസ്റ്റ്. ഇങ്ങനെയില്ലേ, ഒരു മോഡൽ തന്നെ ഉണ്ടാവും ബിൽട്ടിനായിട്ടില്ലേ. അപ്പോൾ ആ മോഡൽ ക്ലിക്ക് ചെയ്താൽ അതുപോലെ വരും. ഓക്കെ, ഇത് ഇൻക്രീസ് ഇൻഡൻറ്റ്. അപ്പോൾ ഇൻക്രീസ് ഇൻഡൻറ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മൾ ബുള്ളറ്റിൻ്റെ അതായത് ഒന്ന് ചെയ്തിട്ട് അതിൻ്റെ സബായിട്ട് വരുന്നത്. ഇത് ഡിക്രീസ് ഇൻഡൻ്റ് ആണ്. ഡിക്രീസ് ഇൻഡൻറ്റ് ലെവൽ ഓഫ് ദി പാരഗ്രാഫ്. ഇത് ഇൻക്രീസ് ഇൻഡൻറ്റ് എന്ന് പറയും അല്ല. ഇത് ഇൻക്രീസ് ഇൻഡൻറ്റ്, ഡിക്രീസ് ഇൻഡൻറ്റ്. ഇത് ഇൻക്രീസ് ഇൻഡൻറ്റ്, ഇൻക്രീസ് ദി ഇൻഡൻറ്റ് ലെവൽ ഓഫ് ദി പാരഗ്രാഫ്. അപ്പോൾ പാരഗ്രാഫിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് ബാക്ക്ഗ്രൗണ്ട് കളർ. പാരഗ്രാഫിൽ വരുന്ന വേറൊരു ഓപ്ഷനാണ് എന്ത്? ബാക്ക്ഗ്രൗണ്ട് ഫില്ല്. അതായത് ലൈൻ സ്പേസ് ഇത് മാത്രം ഫില്ല്, ടെക്സ്റ്റിൻ്റെ മാത്രമല്ല ബാക്ക്ഗ്രൗണ്ട്, ഇത് മൊത്തത്തിൽ ബാക്ക്ഗ്രൗണ്ട്. നമുക്കിപ്പോൾ ഇത് സെലക്ട് ചെയ്ത ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യണമെങ്കിലാണ് അത് ബാക്ക്ഗ്രൗണ്ട് ഫിൽ കളർ എന്ന് പറയും. അതിൽ തന്നെ മോർ കളേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ കളേഴ്സ് സെലക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഫിൽ കളർ അല്ലെങ്കിൽ ഷെയ്ഡിങ് എന്ന് പറയും. കളർ ദി ബാക്ക്ഗ്രൗണ്ട് ബിഹൈൻഡ് ദി സെലക്റ്റഡ് ടെക്സ്റ്റ് ഓർ പാരഗ്രാഫ്. ഷെയ്ഡിങ് എന്നാണ് അതിൻ്റെ പേര്. ഷെയ്ഡിങ്ങിൽ എന്താ വരുന്നത്? കളർ ദി ബാക്ക്ഗ്രൗണ്ട് ബിഹൈൻഡ് ദി സെലക്റ്റഡ് ടെക്സ്റ്റ് ഓർ പാരഗ്രാഫ്. പാരഗ്രാഫ് സെലക്റ്റഡ് ടെക്സ്റ്റിൻ്റെ പുറകിൽ അല്ലേ, ഇത് സെലക്ട് ചെയ്ത ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റുന്നതാണ് ഏത് ഓപ്ഷൻ? ഷെയ്ഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ. നെക്സ്റ്റ് സോർട്ടിംഗ് എന്ന് പറയും.
ഇത് എക്സെല്ലാണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ വേർഡിൽ നമുക്ക് കുറേ ഡിഫറെൻറ്റ് നെയിമെല്ലാം ഒരേ ഓർഡറിൽ ആക്കണമെങ്കിൽ കുറേ ആളെ പേര് ടൈപ്പ് ചെയ്ത് നമുക്കതിന് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണമെങ്കിൽ സോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ആൽഫബറ്റൈസ് ദി സെലക്റ്റഡ് ടെക്സ്റ്റ് ഓർ സോർട്ട് ന്യൂമറിക്കൽ ഡാറ്റേനെയും വേണമെങ്കിൽ സോർട്ട് ചെയ്യാൻ പറ്റും, അല്ലെ ടെക്സ്റ്റ് ഡാറ്റേനെ. നമുക്കിതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. പാരഗ്രാഫാണ്. അപ്പം എന്ത് ചെയ്യും, സോർട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിൽ വരുന്നത് അസെൻഡിങ് ഡിസെൻഡിങ് എന്നുള്ള ഓപ്ഷൻ. ഇത് ഫസ്റ്റ്, അതായത് ഏതെല്ലാം രീതിയിൽ സോർട്ട് ചെയ്യണം. സോർട്ട് ബൈ പാരഗ്രാഫിൻ്റെ രീതിയിൽ, ദെൻ ബൈ നമ്പേഴ്സ്, ദെൻ ബൈ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സോർട്ട് ചെയ്യാൻ പറ്റും. തൽക്കാലം നമുക്ക് അസെൻഡിങ് കൊടുക്കാം. ഓക്കെ, ടെക്സ്റ്റ് അസെൻഡിങ്, എഫ് ആദ്യം വന്നു, പിന്നെ ജി എച്ച്, ആ ഓർഡറിൽ ഈ ടെക്സ്റ്റ് അറേഞ്ച് ചെയ്തു. ഇതാണ് സോർട്ടിങ്. നോ കളർ കൊടുക്കാം. അപ്പോൾ ഇത് ഇനിയിപ്പം ഡിസെൻഡിങ്, ഇതിനെ നമുക്ക് ഡിസെൻഡിങ് ഓർഡറിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡിസെൻഡിങ് ഓർഡറിൽ ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യാം, സോർട്ട് ചെയ്യാം, ഡിസെൻഡിങ് കൊടുക്കുക. അപ്പോൾ ആദ്യം ഏതായിരിക്കും വരിക, 6 അല്ലേ. അപ്പോൾ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതെന്ന് വലുതിലേക്ക്, ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ വലുതെന്ന് ചെറുതിലേക്ക്, ആൽഫാബറ്റിക്കലി 6 അങ്ങനെ വന്നു. ഓക്കെ, അതാണ് സോർട്ടിങ്. ആൽഫബറ്റൈസ് സോർട്ട് എന്താണ്, ആൽഫബറ്റൈസസ് ദി സെലക്റ്റഡ് ടെക്സ്റ്റ് ഓർ സോർട്ട് ന്യൂമറിക്കൽ ഡാറ്റ, അങ്ങനെയാണ്. ഇനി ഇതെന്താണ്, ഇത് നമുക്ക് ഇപ്പം നമ്മൾ എൻ്റർ അടിച്ചിനോ എന്നെല്ലാം മനസ്സിലാവാൻ വേണ്ടിയിട്ട് നോൺ പ്രിൻ്റബിൾ ക്യാരക്ടേഴ്സ് എന്ന് പറയും. ഇത് പ്രിൻറ്റിൽ വരില്ല. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നറിയാം, നമുക്കത് കളയാം. ഇപ്പം ഞാനിവിടെ വെറുതെ എൻ്റർ അടിച്ചിങ്ങനെ പോയി. ഓക്കെ, ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവം, ഈ സ്പേസ് എന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്തത്, ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എൻ്റർ അടിച്ച നോൺ പ്രിൻ്റബിൾ, ഇത്രയും സ്ഥലത്ത് നമ്മൾ എൻ്റർ അടിച്ചിട്ടുണ്ട്. അത് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഹൈലൈറ്റ്, ഷോ ദി പാരഗ്രാഫ് മാർക്സ് ആൻഡ് അതർ ഹിഡൻ ഫോർമാറ്റിംഗ് സിമ്പിൾസ്. ഹിഡൻ ഫോർമാറ്റിംഗ് സിമ്പിൾ നോൺ പ്രിൻ്റബിൾ ക്യാരക്ടേഴ്സിനെ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഹിഡൻ, ഷോ ബാർ ഹിഡൻ എന്നാണ് പറയാം. അപ്പോൾ അത്രയും കാര്യങ്ങളായി. ഇനി അത് പോകണമെങ്കിൽ അതന്നെ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട്, ടേബിളിന് ബോർഡർ കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതിന് ജസ്റ്റ് ടെക്സ്റ്റിന് തന്നെ ബോർഡറെല്ലാം കൊടുക്കാൻ പറ്റില്ലേ. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുക. നോ ബോർഡർ കൊടുത്താൽ ബോർഡർ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ബോർഡർ ഏത് ഓൾ ബോർഡേഴ്സ് കൊടുത്താൽ ഈ ടൈപ്പ് ബോർഡേഴ്സ് എല്ലാം ആക്കാം. ഓക്കെ, അത് പിന്നെ ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്, ഔട്ട്സൈഡ് ബോർഡർ. അപ്പോൾ മൊത്തത്തിലൊരു ബോർഡർ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ബോർഡർ സെലക്ട് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യാം. അപ്പം ഇനി ബോർഡറിൻ്റെ മോഡലെല്ലാം നമുക്ക് കളറെല്ലാം വേണമെങ്കിൽ മാറ്റാം. ബോർഡർ ആൻഡ് ഷെയ്ഡിങ് എടുക്കുക. നമുക്ക് ഇഷ്ടമില്ല കുറേ മോഡൽസ് ഉണ്ടാവും. ഓട്ടോമാറ്റിക്, തിക്നെസ്സിലെ ബോർഡർ വേണോ, കളർ ഉണ്ടാവും കേട്ടോ. നമുക്ക് ഏത് കളർ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഓക്കെ അടിച്ചാൽ ആ കളറിൽ ബോർഡർ വരും. ഇത് പേജ് ബോർഡർ അല്ല, ടെക്സ്റ്റിന് ബോർഡർ കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ കൊടുത്താലും പോലെ അല്ലേ. ഇപ്പോൾ ഒരു പേജിന് ബോർഡർ ആയ പോലെ തന്നെ അല്ലേ നമ്മൾ എൻ്റർ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് സൈസ്. അതാണ് ബോർഡർ. ഹോമിലാണ് ഓപ്ഷൻ. ഇതാണ് ബോർഡേഴ്സിൽ എന്തെല്ലാം ഓപ്ഷൻ വരുന്നുണ്ട്. ബോട്ടം ബോർഡർ, ബോട്ടം എന്ന് പറഞ്ഞാൽ ബോട്ടത്തിൽ മാത്രം ബോർഡർ വരും. ടോപ്പ് ബോർഡർ, ലെഫ്റ്റ് ബോർഡർ, റൈറ്റ് ബോർഡർ, നോ ബോർഡേഴ്സ്, ഓൾ ബോർഡേഴ്സ്, ഔട്ട്സൈഡ് ബോർഡേഴ്സ്, ഇൻസൈഡ് ബോർഡേഴ്സ്, ഇൻസൈഡ് ഹൊറിസോണ്ടൽ ബോർഡർ, ഇൻസൈഡ് വെർട്ടിക്കൽ ബോർഡർ, ഹൊറിസോണ്ടൽ ലൈന്. ഇനി ഡ്രോ ടേബിൾ, ഇത് ടേബിൾ എടുക്കുമ്പോൾ പറയാം. ഓക്കെ, ബോർഡർ ആൻഡ് ഷെയ്ഡിങ്, ഇത്രയും ഓപ്ഷൻസാണ് ഇതിലുള്ളത്, പാരഗ്രാഫ് എന്ന് പറയുന്ന ടാബിലുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്ര മതി. ഒരുപാട് വീഡിയോ എടുക്കാൻ പറ്റില്ല, ലെങ്തി ആകുമ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വേർഡിൻ്റെ ഫോണ്ട് മെനു, പാരഗ്രാഫ് മെനു. ഓക്കെ.